ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ടൈം ആയിരിക്കും, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ലേഡീസ് ട്രെയിനർ ആയിരിക്കും, ഓക്കെ. ജെന്റ്സിന് സെപ്പറേറ്റ് ടൈം. പിന്നെ മ്യൂസിക് ഉണ്ടാവില്ല, ഓപ്പൺ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവില്ല. അപ്പൊ കുറെ പേര് ചോദിക്കുന്നത് അപ്പം ഇത് മുസ്ലിങ്ങളുടെ ജിമ്മാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മാണ് എന്നൊക്കെ പറയും. കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ പലതും പറയുന്നുണ്ടായിരുന്നു. സംഭവം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മായിട്ടൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിം ജിം എന്ന് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവര് മ്യൂസിക് കേൾക്കില്ല, സ്ത്രീകളുള്ള ജിമ്മിലേക്ക് കേൾക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പോകാൻ ഒരു ജിമ്മില്ല. നിങ്ങൾ ജിമ്മിൽ വന്നിട്ട് ഇപ്പോ മ്യൂസിക് ഓഫാക്കാൻ പറഞ്ഞാൽ കേൾക്കും ഇല്ല. പിന്നെ ഞാൻ വരുന്നുണ്ട് അപ്പം ലേഡീസിനെ പുറത്തു പോകാൻ പറയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും ഇല്ല. അപ്പം നിങ്ങൾ യൂണിസെക്സ് ജിമ്മാണ് നടത്തുമ്പോൾ അതിനൊന്നും പോറലില്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ പരിഗണിച്ചുകൊണ്ടുള്ള, അവരെയും ചേർത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു ജിമ്മാണ്. കാരണം ഞാൻ ജിമ്മിടാൻ പോകുന്ന ലൊക്കാലിറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അത് കാരണം മാത്രമായിട്ട് ജിമ്മിൽ പോകാതെ ഇരിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മാണ്. ഇപ്പൊ ഞാനൊരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ഇതര മതസ്ഥപ്പെട്ട ഒരു സഹോദരനാണ് ഇപ്പോ ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മിൽ ഞാൻ കൊണ്ടുവരുന്ന നിൽക്കാം. നിങ്ങളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ പറയാൻ ഇന്ന് ആരുമില്ല. ഈ മതേതരത്വ രാജ്യത്ത് അവരുടെ നിയമങ്ങൾ വെച്ച് ജീവിക്കുന്ന, അതായത് ഇസ്ലാമിക് റൂൾസ് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ മാനിക്കുക പോലും ഇല്ല. അങ്ങനെ അവരെ മാനിച്ചുകൊണ്ട് ഒരു ഇത്തരം നഷ്ടപ്പെട്ട സഹോദരനും മുന്നോട്ട് വന്നിട്ടില്ല, അതായത് ഈ ഫീൽഡിൽ. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ജിമ്മ്, മുസ്ലിം ജിമ്മ്. അപ്പൊ അതൊക്കെ നിങ്ങളെ ചിന്താഗതിയാണ്. നിങ്ങൾ വർക്ക് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളെ ക്രിസ്ത്യങ്ങളെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മതേതരത്വ ഇന്ത്യയാണ്, രാജ്യമാണ്. ഇവിടെ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ സഹോദരത്വം എല്ലാം നിലനിൽക്കും. ഇപ്പൊ എന്നെ അറിയുന്നവർക്ക് അറിയാം എത്രത്തോളം എത്ര മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കളായിട്ട് എനിക്കുണ്ട് എന്നുള്ളത് എന്നെ അറിയുന്നവർക്കറിയാം. അപ്പോ നാട്ടിലെത്തിപ്പോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെതിരായിട്ട് ശബ്ദിക്കുക. അല്ലാതെ മതം പറയുമ്പോൾ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുരുവണ്ടിയിട്ട് ഇങ്ങനെ ചാടി വരാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും വരാം. അപ്പൊ ഓപ്പൺ മ്യൂസിക് ഉണ്ടാവില്ല. ഓക്കെ, മ്യൂസിക് കേൾക്കണം അത്രയും നിർബന്ധമുള്ള ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ പ്രകാരം അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കാം. അതിനൊന്നും യാതൊരു തടസ്സമില്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും മാറ്റാം. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് വരിക, വർഗീയത ഉണ്ടാക്കാമെന്ന് നടക്കണ്ട. ഓക്കെ, നമ്മളെ നാട്ടിലേക്ക് വന്ന് നമ്മൾ അന്വേഷിക്കുക, മനസ്സിലാക്കുക, നമ്മളെ സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. അപ്പൊ ഞാൻ എന്റെ ഇത്തരത്തെ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. സാഹോദര്യം എന്നും നിലനിൽക്കും, എപ്പോഴും നിലനിൽക്കും, എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.
ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിം എന്ന് പറഞ്ഞാല് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ടൈം ആയിരിക്കും, സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ലേഡീസ് ട്രെയിനർ ആയിരിക്കും, ഓക്കെ. ജെന്റ്സിന് സെപ്പറേറ്റ് ടൈം. പിന്നെ മ്യൂസിക് ഉണ്ടാവില്ല, ഓപ്പൺ ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടാവില്ല. അപ്പൊ കുറെ പേര് ചോദിക്കുന്നത് അപ്പം ഇത് മുസ്ലിങ്ങളുടെ ജിമ്മാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മാണ് എന്നൊക്കെ പറയും. കുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ വന്ന് പലതും പറയുന്നുണ്ടായിരുന്നു. സംഭവം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ജിമ്മായിട്ടൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. മുസ്ലിം ജിമ്മെന്ന് ഞാൻ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ. ഇസ്ലാമിക് ഫ്രണ്ട്ലി ജിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവര് മ്യൂസിക് കേൾക്കില്ല, സ്ത്രീകളുള്ള ജിമ്മിലേക്ക് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പോകാൻ ഒരു ജിമ്മില്ല. നിങ്ങൾ ജിമ്മിൽ വന്നിട്ട് ഇപ്പോ മ്യൂസിക് ഓഫാക്കാൻ പറഞ്ഞാൽ കേൾക്കും ഇല്ല. പിന്നെ ഞാൻ വരുന്നുണ്ട് അപ്പം ലേഡീസിനെ പുറത്തു പോകാൻ പറയുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും ഇല്ല. അപ്പം നിങ്ങൾ യൂണിസെക്സ് ജിമ്മാണ് നടത്തുമ്പോൾ അതിനൊന്നും പോറലില്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള വിഭാഗത്തിൽ ഉള്ള ആൾക്കാർ, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ പരിഗണിച്ചുകൊണ്ടുള്ള, അവരെയും ചേർത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു ജിമ്മാണ്. കാരണം ഞാൻ ജിമ്മിടാൻ പോകുന്ന ലൊക്കാലിറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലുണ്ട്. അത് കാരണം മാത്രമായിട്ട് ജിമ്മിൽ പോകാതെ ഇരിക്കുന്ന എത്രയോ സുഹൃത്തുക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ജിമ്മാണ്. ഇപ്പൊ ഞാനൊരു ഹൈന്ദവ സഹോദരൻ അല്ലെങ്കിൽ ഇതര മതസ്ഥപ്പെട്ട ഒരു സഹോദരനാണ് ഇപ്പോ ഈ ഇസ്ലാമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജിമ്മിൽ